ഹലോ ഗായ്സ്, വെൽക്കം ടു ശ്രീ മാത്സ്. ഇന്ന് നമുക്ക് നയൻത് ക്ലാസ്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയെ പറ്റി വിശദമായിട്ട് പഠിക്കാം. അൺഗ്രൂപ്പ്ഡ് ഡേറ്റ, measures of central tendency. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന ക്ലാസ്സുകൾ നല്ല ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. എല്ലാം മെയിൻ പോയിൻറ്റ്സ് എല്ലാം എഴുതി നോക്കുക. വളരെ ശ്രദ്ധിച്ച് ക്ലാസ് കേട്ട് വേണ്ടതെല്ലാം എഴുതി പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കണം, നോക്കി പഠിക്കരുത്. നല്ല കീൻ ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ ആയിരിക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മാത്സിന് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഈസിനെസ് ആയിട്ട് മാത്സ് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ദാറ്റ് ഈസ് അരിത്തമെറ്റിക് മീൻ, to median and 3 mode are known as measures of central tendency. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നറിയപ്പെടുന്നത് അരിത്തമെറ്റിക് മീൻ, 2 മീഡിയൻ ആൻഡ് മോഡ്. ദീസ് 3 terms are together known as measures of central tendency. അൺഗ്രൂപ്പ്ഡ് ഡേറ്റ തന്നു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കും, മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കും, മോഡ് എങ്ങനെ കണ്ടുപിടിക്കും. ഈ 3 ടേംസിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. Once more, do you know about measures of central tendency and how will you find out measures of central tendency? Arithmetic mean, median and 3 mode are known as measures of central tendency. Then if an ungrouped data is given, ഗ്രൂപ്പ് ചെയ്യാത്ത, ടേബിളായിട്ട് തരാത്ത അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്, മീഡിയൻ കണ്ടുപിടിക്കുന്നത്, മോഡ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റിൽ നമുക്ക് നോക്കാം അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന്. ഇഫ് x1 x2 എക്സെട്ര xn ആർ n ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. അരിത്തമെറ്റിക് മീൻ x bar ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. തന്നിരിക്കുന്ന എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ അതിൻ്റെ എണ്ണം, ആകെ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് x1 x2 എക്സെട്ര xn ആർ n ഒബ്സർവേഷൻസ്, ദെൻ അരിത്തമെറ്റിക് മീൻ x bar ഈസ് ഈക്വൽ ടു x1 plus
x2 എല്ലാ ഒബ്സർവേഷനും കൂടെ ആഡ് ചെയ്യുക പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n ഒബ്സർവേഷൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ സെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ. സിഗ്മ മീൻസ് സമ്മ. സിഗ്മ സമ്മിൻ്റെ നൊട്ടേഷനാണ്. I ഈക്വൽ ടു 1 to n xi divided by n. This is the formula for finding arithmetic mean. Then arithmetic mean, median and mode are known as measures of central tendency. Then if an ungrouped data is given, then we have to find out if x1, x2, etc. xn are n observations, then arithmetic mean x bar equal to sum of observations divided by total number of observations. If x1, x2, etc. xn are observations, that is we first add that and divide it by number of observations, that is x1 plus x2 plus x3 plus etc. plus xn divided by total number n. That is arithmetic mean x bar is equal to sigma I equal to 1 to n xi divided by n. Arithmetic mean x bar is equal to sigma notation means sum I equal to 1 to n xi divided by number of observations if there are n observations. Then first term ആണ് arithmetic mean. സെക്കൻഡ് മീഡിയൻ. സെക്കൻഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ സെക്കൻഡ് ഏതാണ്? മീഡിയൻ. അൺഗ്രൂപ്ഡ് ഡേറ്റ ആയിരിക്കും തന്നിരിക്കുന്നത്. അൺഗ്രൂപ്ഡ് ഡേറ്റ. നേരെ നമ്മൾ അതിലെ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കും? വിൽ ഫൈൻഡ് ഔട്ട് ദാറ്റ് അറേഞ്ച് ദ ഫോളോയിങ് അറേഞ്ച് ദ ഗിവൺ ഡേറ്റ അറേഞ്ച് the given data in ascending order and descending order. Descending order. That is ascending order means ആരോഹണം. മലയാളത്തിലെ ആരോഹണം. അസെൻഡിങ് ഓർഡർ ആരോഹണക്രമം. ഡിസെൻഡിങ് ഓർഡർ അവരോഹണക്രമം. Then arrange the data in ascending order and descending order. Then the middlemost item is median. Then the middlemost item is known as median. മിഡിലിൽ രണ്ട് ഒബ്സർവേഷൻസ് വന്നാൽ ഒരെണ്ണം വന്നാൽ അത് ആ ഒബ്സർവേഷനാണ് മീഡിയൻ. മിഡിലിൽ രണ്ടെണ്ണം വന്നാൽ if in the middle there are two observations വന്നാൽ എന്ത് ചെയ്യണം? മോഡ് കാണാൻ sum of the two observations divided by 2 അങ്ങനെയാണ് മീഡിയൻ കാണുക. രണ്ട് ഒബ്സർവേഷൻ വന്നാൽ മീൻ ആയി, മീഡിയൻ ആയി. ഇനി മോഡ് എന്താണെന്ന് നോക്കാം. തേർഡ് ഐറ്റം മോഡ്. ഒരു അൺഗ്രൂപ്ഡ് ഡേറ്റ തരുവാണ്. അപ്പോൾ അതിൽ നിന്ന് മോഡ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഈ തിയറി പഠിച്ചതിന് ശേഷം പ്രോബ്ലം പഠിക്കാം. മോഡ് ഈസ് ദ most frequently occurred item. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കേർഡ് ഒബ്സർവേഷൻ. അതായത് തന്നിരിക്കുന്ന ഡേറ്റയിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചേക്കുന്ന ഏതാണോ ആ ഒബ്സർവേഷനാണ് മോഡ്. മോഡ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കേർഡ് ഐറ്റം ഇൻ ദ ഒബ്സർവേഷൻ. ഒരു അൺഗ്രൂപ്ഡ് ഡേറ്റ തന്നാൽ അതിലെ മോഡ്, അതിൽ കുറേ ഐറ്റങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തതാണോ അതാണ് മോഡെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം. വൺസ് മോർ റിപ്പീറ്റിംഗ്.
arithmetic mean, median and mode are known as, ഇവിടെ അടുത്ത സബ്ജക്റ്റ് ഏതാണ്? നോൺ ആസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. Then arithmetic mean, median and mode are known as measures of central tendency. Then how will you find out arithmetic mean? If x1, x2, etc. xn are n observations, then arithmetic mean x bar is equal to sum of, generally sum of n observations, x1 plus x2 plus x3 plus etc. xn divided by n number of observations. That is sum of observations. Arithmetic mean എങ്ങനെ കാണും? sum of തന്നിരിക്കുന്ന observations എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇപ്പോൾ 10 observations ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 10, n observations ആണെങ്കിൽ ഡിവൈഡഡ് ബൈ n, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണോ അത്രയും. Arithmetic mean x bar equal to sum of observations divided by total number of observations. 2. Median. Ungrouped data median എങ്ങനെ കണ്ടുപിടിക്കും? Arrange the data, given data in ascending order and ഡിസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന ഡേറ്റയെ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും എഴുതുക. അതായത് അസെൻഡിങ് ഓർഡർ മീൻസ് ഏറ്റവും ചെറുത് ആദ്യം എഴുതുക തന്നിരിക്കുന്ന ഒബ്സർവേഷൻ, പിന്നെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവുക, ലാസ്റ്റിലെ ഏറ്റവും വലുത്. ഡിസെൻഡിങ് ഓർഡർ അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ആദ്യം ഏറ്റവും വലുത്, പിന്നെ ഉള്ള അങ്ങനെ എഴുതി ഏറ്റവും ചെറുത് ലാസ്റ്റിൽ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മോഡ്. Mode is the most frequently occurred item. തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ ഏറ്റവും കൂടുതലാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഐറ്റം ഒബ്സർവേഷൻ ഏതാണോ അതാണ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Once more, arithmetic mean, median and mode are known as measures of central tendency. Arithmetic mean x bar equal to, if x1, x2, etc. xn are n observations, then we have to find out the formula for arithmetic mean x bar equal to sigma I equal to 1 to n xi by n. N means number of observations, that is x1 plus x2 plus x3 plus etc. xn divided by n. It is sum of given observations divided by total number of observations. Median. How will you find out median from a given data? Arrange the data in ascending order and descending order. Then the middlemost item ആണ് median. Middlemost item is median. അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതി കഴിയുമ്പോൾ അതിൽ ഏറ്റവും മധ്യത്ത് വരുന്നത് ഏതാണോ, മിഡിലിൽ വരുന്നത് ഏതാണോ അതാണ് മീഡിയൻ. മോഡ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കേർഡ് ഐറ്റം. ഏറ്റവും കൂടുതലാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഐറ്റം ഏതാണോ അതാണ് മോഡ്. Then we have to do some problems. Find the arithmetic mean of the following data. തന്നിരിക്കുന്ന ഡേറ്റയുടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. The heights of 10 students are given below. Then find the arithmetic mean. That is, heights are given as 150 centimeter,
138 centimeter, 130 centimeter, 140 centimeter, 152 centimeter, 125 centimeter, 122 centimeter, 132 centimeter, 145 centimeter, 151 centimeter. Then how will you find out arithmetic mean? Arithmetic mean x bar equal to sigma I equal to 1 to n xi divided by n. That is equal to sum of observations, or words il paranjal sum of observations divided by number of observations. Number of observations. ഐറ്റത്തിൻ്റെ എല്ലാം കൂടെ സമ്മ എഴുതുക. എന്നിട്ട് അതിനെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 പ്ലസ് 138 പ്ലസ് 130 പ്ലസ് 140 പ്ലസ് 152 plus 125 plus 122 plus 132 plus 145 plus 151. Then total divided by എത്ര ഒബ്സർവേഷൻസ് ആണ്? 10. ഇങ്ങോട്ട് നീട്ടി എഴുതാം, ഫുള്ളായിട്ട് ഇങ്ങോട്ട് നീക്കി എഴുതാം. Is arithmetic mean equal to x bar equal to sum of observations 150 plus 138 plus 130 plus 140 plus 152 plus 125 plus 122 plus 132 plus 145 plus 151 divided by എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? എത്ര സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് ആണ് നിൽക്കുന്നത്? 10 സ്റ്റുഡൻസിൻ്റെ 10. ദാറ്റ് ഈസ് ആഡ് ചെയ്യാം. Seven 10 minus 675. It is equal to 1385 divided by 10. That is equal to 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു പ്ലേസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റി ഡെസിമൽ ഇട്ടാൽ മതി. 138.5 centimeter. The arithmetic mean of the heights of 10 students. Once more.
Then arithmetic mean of the given data. Heights of 10 students are given. Heights of 10 students are given. Find the arithmetic mean of the observations. Then sum of observations 150 plus 138 plus 130 plus 140 plus 152 plus 125 plus 122 plus 132 plus 145 plus 151 divided by number of observations. Number of observations എത്ര സ്റ്റുഡൻസ് ആണ്? 10. എത്ര ഒബ്സർവേഷൻ ആണ് ഇവിടെ ഉള്ളത്? ഇവിടെ 5, ഇവിടെ 5. ടോട്ടൽ 10 ഒബ്സർവേഷൻസ്. ദാറ്റ് ഈസ് 1385 divided by 10, that is 138.5 centimeter is the arithmetic mean. And once more, arithmetic mean x bar equal to sigma I equal to x bar equal to sigma I equal to 1 to n xi, short formula by n. N is the number of observations and the sum. Sigma notation shows, indicates sum of observations. Sigma sum. Then heights of 10 students are given. Then find the arithmetic mean of their heights. That is adding all these observations divided by number of observations, that is ഇതെല്ലാം ആഡ് ചെയ്യുക. 10 observations divided by 10 observations, that is the arithmetic mean of heights of 10 students is 138.5 centimeter. Next, find the mode of, ഇത് തന്നെ എടുക്കാം, മോഡല്ല, മീഡിയൻ. 138, 130, 140, 152, 125, 122, 132, 145, ഇങ്ങനെ റോസായിട്ട് എഴുതാം. 150, 138, 130, 140, 152, 125, 122, 132, 145, 151. Then for finding the median, I have told you that for an ungrouped data, find the median. Heights ആണ് ഇത്. എത്ര സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ്സ് സെൻറ്റിമീറ്റേഴ്സിൽ തന്നേക്കുവാണ്. ഇത്രയും സെൻറ്റിമീറ്റേഴ്സ് അവരുടെ ഹൈറ്റ്, 10 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ്. അപ്പോൾ അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ ഒബ്സർവേഷൻസ്. Then I have told you that arrange the data in ascending order and descending order. Ascending order എഴുതാമല്ല ആദ്യം. അസെൻഡിങ് ഓർഡർ. ഇതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്ന് നോക്കണം. അസെൻഡിങ് ഓർഡർ അത് വേണം ആദ്യം എഴുതാൻ. 122 ആണ് ഏറ്റവും ചെറുത്. 122. നെക്സ്റ്റ് 125. ഇനി 120 നോക്കാം. ഇത് രണ്ടും എടുത്തു. ഇനി 130. നെക്സ്റ്റ് 132. നെക്സ്റ്റ് 138. Next 140. $145. 150. Next 151 and 152.
152. Then 1 2 3 4 5 6 7 8 9 10. 10 വരുമ്പോൾ നാലെണ്ണം ഇങ്ങോട്ട്, നാലെണ്ണം ഇങ്ങോട്ടും. എന്നാലും മിഡിൽ മോസ്റ്റിൽ വരുന്ന ഈ 2 ഐറ്റമാണ് 138ഉം 140. നെക്സ്റ്റ് നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ എളുപ്പമാണ്. ഇത് നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അസെൻഡിങ് ഓർഡർ ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഏറ്റവും വലുത് ലാസ്റ്റിൽ. ഡിസെൻഡിങ് ഓർഡർ അവരോഹണക്രമം അത് എഴുതാൻ ഈസിയാണ്. ഇത് തിരിച്ചിട്ടാൽ മതി. 152, 151, 150, 145, 140, 138, 132, 130, 125 and 122. Then middle most item. ഇവിടുന്ന് 4 എണ്ണം മാറി 5. ഇതിന് സെൻറ്ററിൽ വരുന്നത് അതുപോലെ തന്നെ 138ഉം 148. ഇവിടെ 2 ഒബ്സർവേഷൻ വന്നു. 2 ഒബ്സർവേഷൻ വരുമ്പോൾ നമുക്ക് മീഡിയൻ കാണാൻ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. കിട്ടിയ ഒബ്സർവേഷൻ മിഡിൽ മോസ്റ്റിൽ വരുന്ന 2 ഒബ്സർവേഷനും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. സം ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഏതൊക്കെ നമുക്കിവിടെ കിട്ടിയത്? 138ഉം 140. 138 പ്ലസ് 140. 2 ഒബ്സർവേഷൻ മിഡിൽ വന്നാൽ 10 ആകുമ്പോൾ അങ്ങനെ പറ്റും. 4 അപ്പുറ സൈഡിലെ 4 ഇപ്പുറ സൈഡിലെ മിഡിൽ മോസ്റ്റിൽ 140, 138 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 139 is the median. 139 is the median. Then first write the given data in ascending order. Arrange the given data in ascending order. അതായത് ചെറിയ ഐറ്റത്തിൽ നിന്ന് വലുതിലേക്ക് പോകുക. ഏറ്റവും ലാസ്റ്റിൽ ഏറ്റവും വലുത്. എന്നിട്ട് ഇവിടെ 10 ഐറ്റംസ് ആയതുകൊണ്ട് 4 ഐറ്റംസ് ഇപ്പുറം, 4 ഐറ്റംസ് ലെഫ്റ്റിലോട്ടും കഴിഞ്ഞിട്ട് മിഡിൽ മോസ്റ്റിൽ വരുന്ന 2 എണ്ണം വരും. ഇവിടെ 4 ഡിസെൻഡിങ് ഓർഡർ എഴുതാൻ എളുപ്പമാണ്. അസെൻഡിങ് ഓർഡർ എഴുതിയാൽ നേരെ തിരിച്ചിട്ടാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. അവരോഹണ ക്രമം വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അന്നേരം ഇവിടെ ഇപ്പുറം 4 എണ്ണം ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ 4 എണ്ണം, മിഡിൽ മോസ്റ്റിൽ 2 എണ്ണം. ഇവിടെ കിട്ടിയത് സെയിം ആണ്. അപ്പോൾ അങ്ങനെ 2 വാല്യൂസ് കിട്ടുമ്പോൾ സം ഓഫ് ദ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 270. 138 പ്ലസ് 140 ഡിവൈഡഡ് ബൈ 2 278 by 2 that is 139 is the median. When arranging the given data in ascending order, we get 2 items in the middlemost data. Ascending order means ഏറ്റവും ചെറുതിൽ നിന്ന് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. സ്മോളസ്റ്റ് പിന്നെ ഉള്ള സ്മോളസ്റ്റ് അങ്ങനെ എഴുതി ലാസ്റ്റിലെ ഏറ്റവും ലാർജസ്റ്റ്. ആരോഹണക്രമം. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ ഈസിയാണ്. ഇത് നേരെ തിരിച്ചിട്ടാൽ മതി, ഇങ്ങോട്ട് റിവേഴ്സ് അടിച്ചാൽ മതി. അപ്പോൾ ഇതിൽ മിഡിൽ മോസ്റ്റിൽ വരുന്ന ഐറ്റം ഒറ്റ ഐറ്റം ഉള്ളെങ്കിൽ അത് തന്നെ എഴുതാം മീഡിയനായിട്ട്. ബട്ട് ഹിയർ ദർ ആർ 2 ഒബ്സർവേഷൻസ്. അങ്ങനെ വന്നാൽ രണ്ടും കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സം ഡിവൈഡഡ് ബൈ 2 ഈസ് 138 പ്ലസ് 140. ഇവിടെ അത് തന്നെ വന്നേ ഡിസെൻഡിങ് ഓർഡർ 139. വേറൊരു പ്രോബ്ലം ചെയ്യാം. മിഡിൽ മോസ്റ്റിൽ
ഒറ്റ എണ്ണം മാത്രം വരുന്നത് നോക്കാം. 11 ഇതെടുത്താൽ മതി. 11 ഐറ്റംസ്. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ മാർക്സ് obtained by 11 students in English. 11 കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ കിട്ടിയ മാർക്കുകൾ ഇവിടെ നോക്കാമല്ലോ. 11 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് 20, 25, 22, 28, 37, 32, 36, 40, 45, 48 and 39. Here there are 11 items. അതായത് അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ഡിസെൻഡിങ് മെത്തേഡ് മറ്റേതുപോലെ തന്നെ. ഒറ്റ ഒബ്സർവേഷൻ എടുക്കുക ഇരുത്തുള്ളെങ്കിൽ അത് മാത്രം എഴുതുക. അസെൻഡിങ് ഓർഡറിൽ എഴുതാമല്ലോ. അസെൻഡിങ് ഓർഡർ ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് ഏതാണ്? സ്മാളസ്റ്റിൽ തുടങ്ങണം. 20, പിന്നെ ഉള്ളത് 22, പിന്നെ 25, 20, 22, 25, 28, 32, 36, 37, 39, 39, 40, 45 and 48. ടോട്ടൽ എണ്ണി നോക്കാം ഏതെങ്കിലും വിട്ടുപോയാന്ന്. ഒന്നും വിട്ടിട്ടില്ല. 11 ഐറ്റംസ് ഉണ്ട്. എന്താ മിഡിൽ മോസ്റ്റ് ഐറ്റം 5 ഇങ്ങോട്ടും 5 ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ സെൻറ്ററിൽ ഒറ്റ ഒരെണ്ണേ വരത്തുള്ളൂ. 36. Then write the descending order. Write the given data in descending order. അസെൻഡിങ് ഓർഡർ എഴുതി കഴിഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡർ എഴുതാൻ എളുപ്പമാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് തന്നെ തിരിച്ചിങ്ങോട്ട് എടുത്താൽ മതി. 48, 45, 40, 39, 37, 36, 32, 28, 25, 22, 20. ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് 5 ഐറ്റം ഇങ്ങോട്ട് മാറ്റുക. റൈറ്റിൽ നിന്നും 5 ഐറ്റം. അപ്പം മിഡിലിൽ വരുന്ന ഐറ്റം ഏതാണ്? 36. ഇവിടെ ഒറ്റ ഐറ്റമേ വന്നുള്ളൂ. ഒറ്റ ഒബ്സർവേഷൻ വന്നാൽ മീഡിയൻ ആ സെയിം തന്നെയാണ്. 2 ടേംസ് വന്നാൽ രണ്ടും കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Therefore here median is 36. 2 items വരുമ്പോഴാണ് 2ൻ്റെയും കൂടെ സമ്മ് കണ്ടിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. We arrange the given data in ascending order and descending order. Ascending order, descending order ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. Ascending order ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഡിസെൻഡിങ് ഓർഡർ ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അസെൻഡിങ് ഓർഡർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നേരെ തിരിച്ചിട്ടാൽ മതി ഡിസെൻഡിങ് ഓർഡർ കാണാൻ. ആരോഹണക്രമം അസെൻഡിങ് ഓർഡർ, അവരോഹണക്രമമാണ് ഡിസെൻഡിങ് ഓർഡർ. എന്നിട്ട് മിഡിൽ മോസ്റ്റ് ആയിട്ട് ഇവിടെ 11 ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ 5 ലെഫ്റ്റിലോട്ടും 5 റൈറ്റിലോട്ടും കഴിഞ്ഞ് ഏറ്റവും മിഡിലിൽ വരുന്ന 36 ആണ് ഐറ്റം. അപ്പം മീഡിയൻ ഓഫ് ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 11 സ്റ്റുഡൻസ് ഏതാണ്? ആൻസർ 36. ദെൻ റൈറ്റ് ഡിസെൻഡിങ് ഓർഡർ അവരോഹണക്രമം ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പോഴും ഏത് തന്നെ വരും? മിഡിൽ മോസ്റ്റിൽ 5 ഐറ്റം അങ്ങോട്ട്, 5 ഐറ്റം ലെഫ്റ്റിലോട്ടും 5 ഐറ്റം റൈറ്റിലോട്ടും. മിഡിൽ മോസ്റ്റിൽ വരുന്ന 36 ആണ്. Therefore our answer is 36.
That is the middlemost item. If there is only one item, the median is 36. Here only one. If there are two items, then median is sum of the two divided by 2. And next, and the next mode. മീൻ പഠിച്ചു, മീഡിയൻ പഠിച്ചു. ഇനി നമുക്ക് മോഡ് പഠിക്കാം. മോഡ് എന്താണ് നമ്മൾ മുമ്പേ പറഞ്ഞത്? ഫസ്റ്റിൽ പറഞ്ഞത് മോഡ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കേഡ് ഐറ്റം. അൺഗ്രൂപ്പ്ഡ് ഡേറ്റയാണ് ഈ പറയുന്നതല്ല. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കെ ഏറ്റവും കൂടുതൽ തന്ന ഒബ്സർവേഷൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഐറ്റം ഏതാണോ അതാണ് മോഡ്. ഈസിയാണ്. ദെൻ മാർക്സ് obtained by 12 students in maths are given. നോക്കാലോ. 20, 25, 20, 22, 20, 10, 30, 20, 30, 22, 20, and 10. റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓരോന്നും നോക്കാം. 20 എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? 1, 2, 3, 4, 5. 20 എത്ര തവണ വന്നു? 25 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. 20. നെക്സ്റ്റ് 25ഓ? 25 ഒറ്റ തവണയേ ഉള്ളൂ, 1 ടൈമേ ഉള്ളൂ. റിപ്പീറ്റ് ചെയ്തായിട്ട് എഴുതിയാലും മതി. 22 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 22 എത്ര ടൈംസ് വന്നു? 2 ടൈംസ്. പിന്നെ 30ഓ? 13 2 ടൈംസ് ആവുന്നത്. പിന്നെ 25 10 10ഉം 2 ടൈംസ് ആവുന്നത്. ഹിയർ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത മാർക്ക് 20 ആണ്. ദെയർഫോർ മോഡ് ഈസ് 20. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഐറ്റം ഈസ് 5 ടൈംസ് റിപ്പീറ്റഡ്. ദാറ്റ് ഈസ് മോഡ് ഈസ് ഈക്വൽ ടു 20 മാർക്സ് ആണ് മോഡ്. കാരണം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് 25 ടൈംസ് 20. ഇതാ 1, 2, 3, 4, 5. 20 മാർക്സ് 5 കുട്ടികൾക്ക് കിട്ടി. 25 ഒരാൾക്കേ ഉള്ളൂ. 22 2 പേർക്ക്, 30 2 പേർക്ക്, 10 2 പേർക്ക്. 12 സ്റ്റുഡൻസിൻ്റെ മാർക്ക്. ഇവിടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത 20 ആണ്. അതുകൊണ്ട് 20 ആണ് ഇവിടുത്തെ മോഡ്. കൂടെ നോക്കാം. Then marks obtained in mathematics by 12 students are given. Find the mode. നമുക്ക് നോക്കാം. ഇത് റിപ്പീറ്റ് ചെയ്ത മാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ടേബിളായിട്ട് വരച്ചിട്ട് നമുക്ക് എഴുതാം. മാർക്സ് ഒബ്റ്റെയിൻ ചെയ്ത് ഇത്രയൊക്കെയാണ്. 10 ഉണ്ട്, 20 ഉണ്ട്, 22 ഉണ്ട്, 10, 20, 22, 25 ഉണ്ട്, 30 ഉണ്ട്, 32 ഉണ്ട്. 10 എത്ര റിപ്പീറ്റ് ചെയ്തു? എത്ര തവണ ഒക്കർ ചെയ്തു? ഫ്രീക്വൻസി ഇത് എത്ര തവണ, എത്ര ടൈംസ് ആയി? 20 നോക്കാം. 1, 2, 3, 4, 5 ടൈംസ് ആയി. സോറി, 25 ടൈംസ്. 10 2 ടൈംസ്, 22 2 ടൈംസ്, 25 ഒരു തവണ, 30 രണ്ട് തവണ,
30 വരെ ഉള്ളൂ. Here the most frequently occurred item is 20. That is therefore the mode is 20. 20 എന്ന് പറയുന്ന ഐറ്റം ആണ് 5 times റിപ്പീറ്റ് ചെയ്തത്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ഐറ്റം. Therefore mode of the Mars is 20. Then find the mode of the marks obtained by 12 students in mathematics. That is then ഓരോന്ന് റിപ്പീറ്റ് ചെയ്ത് എത്ര നോക്കുക. ഇവിടെ 20 എന്ന് പറയുന്ന മാർക്കാണ് 5 times ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. മറ്റേതൊക്കെ 2ഉം ഒക്കെയാണ്, 2ഉം 3 ഒക്കെയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത 20 ആണ്. അതുകൊണ്ട് മാർക്ക് മോഡെന്ന് പറയുന്നത് 20 ആണ്. നെക്സ്റ്റ്, once more remembering the points we have studied. Points, measures of central tendency. Then there are 3 terms that measures, that is arithmetic mean, median and mode are known as measures of central tendency. Once more, arithmetic mean, median and mode are known as measures of central tendency. Then how will you find when an ungrouped data is given? Then how will you find out arithmetic mean, median and mode? Arithmetic mean x bar equal to sum of observations divided by number of observations. That is sum sigma I equal to 1 to n xi. അതായത് x1, x2, etc., x3, etc., xn are n observations divided by number of observations, xi by n, sigma xi by n. Then how will you find out median of an ungrouped data? Arrange the given data in ascending order and descending order. Then the middlemost item is the median. If there are 2 observations in the middle, then median equal to sum of them divided by 2. Then mode is the most frequently occurred item in the observation. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് ആണ് measures of central tendency, arithmetic mean, median and mode. Then arithmetic mean x bar equal to sum of observations by number of observations. Next, median, arrange the given data in ascending order and descending order, ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും. Then the middlemost item is the median. Then if there are 2 observations in the middle, then we find the median sum of the 2 observations in the middle divided by 2. Mode is the most frequently occurred item. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തേക്കുന്ന മെഷറാണ് മോഡ്. Thank you very much for watching this video. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലതുപോലെ ഈ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇടാവുന്നതാണ്. അതിനനുസരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.